ഓം ശ്രീ മഹാകാളിവരാഗി വജ്രകോശി നമസ്കാരം. ഞാൻ രാകുമാർ ശ്രീരാമൻ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്നിവിടെ വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരുടെ കൂറുഫലമാണ് പറയാൻ പോകുന്നത്. കൂറുഫലം പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഗുണഫലങ്ങളെക്കാളേറെ ദോഷഫലങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ദോഷഫലങ്ങൾ പറയുന്ന കാലയളവിൽ ഒരു മുൻകരുതൽ എടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അഗ്നിഭയം, കാരാഗ്രഹവാസം ഇതുപോലുള്ള പ്രയോഗങ്ങൾ കേട്ട് ഭയക്കേണ്ട ആവശ്യം ഇല്ല. കാരണം ഇവിടെ നിർദ്ദേശിക്കുന്ന ചില വഴിപാടുകളും ഈശ്വര പ്രാർത്ഥനകളിലൂടെയും ഈ അഗ്നിഭയം ചെറിയൊരു പൊള്ളലായി മാറാനും, കാരാഗ്രഹവാസം ചെറിയൊരു സൗന്ദര്യപ്പണക്കത്തിൻ്റെ പുറത്ത് ഒരു മുറിക്കകത്ത് ഇട്ട് പൂട്ടുന്നതിലൂടെയും ആ ദോഷകാഠിന്യം മാറിക്കിട്ടും. ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടി ചില മന്ത്രജപങ്ങൾ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കൂറുഫലത്തിലോട്ട് കിടക്കാം. വ്യാഴം 8ഉം 9ഉം ഭാവങ്ങളിലും ശനി 5-ാം ഭാവത്തിലും രാഹു 4-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാകയാൽ കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. വിനോദവുമായി ബന്ധപ്പെട്ട ദുരനുഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബന്ധുകലഹത്തിന് സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനിടവരും. ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധം പുലർത്തും. ഇവയൊക്കെയാണ് പൊതുഫലം. ഇനി ചിങ്ങമാസത്തിൽ ഊർജ്ജസ്വലമായ മനസ്സും നിഗൂഢതകളെ അറിയുവാനുള്ള തുരയും കാണുന്നു. കൂട്ടുകച്ചവടത്തിൽ നേട്ടമുണ്ടാകും. ഉത്തരവാദിത്വമുള്ള സ്ഥാനം ലഭിക്കും. കന്നിമാസത്തിൽ ആഗ്രഹ സാഫല്യം, സുഹൃത്ത് ലാഭം, ബന്ധുഗുണം, സ്ത്രീകളെ കൊണ്ടു നേട്ടം, സാമൂഹിക വിജയം എന്നിവ കാണുന്നു. എങ്കിലും ശത്രുക്കൾ ഉണ്ടാകാനും കുറ്റാരോപണം, കാരാഗ്രഹവാസം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. തുലാമാസത്തിൽ ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യം കാണിക്കും. സുഹൃത്തുക്കളിലൂടെ വിജയമുണ്ടാകും. സാമ്പത്തിക സാമൂഹിക നേട്ടമുണ്ടാകും. എങ്കിലും ചതിവിലൂടെ വീണ്ടും കാരാഗ്രഹവാസത്തിന് സാധ്യതയേറെയാണ്. ശത്രുക്കൾക്കും ആരോപണങ്ങൾക്കും സാധ്യതയുണ്ട്. ആയതിനാൽ ഈശ്വര പ്രാർത്ഥനയിലും ക്ഷേത്ര വഴിപാടുകളിലൂടെയും ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കേണ്ടതാണ്. വൃശ്ചികമാസം പ്രണയബന്ധം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ആത്മവിശ്വാസം കൂടും. ധൈര്യം, വീര്യം എന്നിവ കൂടാൻ സാധ്യതയുണ്ട്. നയപരമായ പ്രവർത്തന ശക്തിയും ചിന്താശേഷിയും ഉണ്ടാകും. അന്തസ്സും ആദരവും ലഭിക്കും. എന്നിരുന്നാലും കലഹത്തിന് സാധ്യതയേറെയാണ്. ധനുമാസത്തിൽ കുടുംബ ഐക്യതയിലൂടെ വിജയമുണ്ടാകും. ചിലവ അധികമാകുമെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കും. സർക്കാർ തലത്തിൽ നേട്ടവും വിജയവും ധനലാഭവും ഉണ്ടാകും. എന്നിരുന്നാലും ഈ കാലയളവിൽ ഇവർ ഏതൊരു കാര്യത്തിനും എടുത്തുചാടി ശരിവയ്ക്കാൻ സാധ്യതയേറെയാണ്. നിയന്ത്രിക്കുക. മകരമാസത്തിൽ ബന്ധുഗുണമുണ്ടാകും. പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാനുള്ള സാധ്യതയേറെയാണ്. അധികം യാത്രകൾ വേണ്ടിവരും. സാഹിത്യം, അച്ചടി, പത്രപ്രവർത്തനം എന്നിവയോട് അതിയായ താല്പര്യം കാണിക്കും. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. കുംഭമാസത്തിൽ ജോലിയിൽ ശോഭിക്കും. സമാധാനപരമായ കുടുംബ അന്തരീക്ഷവും ചുറ്റുപാടും ഉണ്ടാകുമെങ്കിലും സഹോദരങ്ങളുമായുള്ള സ്വരച്ചേർച്ചയ്ക്കും യാത്രാവേളയിൽ അപകടത്തിനും സാധ്യതയേറെയാണ്. മീനമാസത്തിൽ ഊഹക്കച്ചവടത്തിൽ വിജയമുണ്ടാകും. സ്ഥിരോത്സാഹമുണ്ടാകും. പ്രണയബന്ധങ്ങളിൽ വിജയമുണ്ടാകും. എങ്കിലും പ്രതികൂലമായ ചുറ്റുപാടും കുടുംബ കലഹത്തിനും സാധ്യതയേറെയാണ്. മേടമാസത്തിൽ അമിത ഉത്സാഹവും ഊഹക്കച്ചവടത്തിലെ എടുത്തുചാട്ടവും കാരണം ധനനഷ്ടം സംഭവിക്കാം. ഭക്ഷണത്തിലൂടെ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. ഇടവമാസത്തിൽ കീഴ്ജീവനക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, പേശിരോഗങ്ങൾ, ഡിവോഴ്സ് വരെ ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്. എന്നിരുന്നാലും കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ അവസരം വന്നുചേരും. മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കും. മിഥുനമാസത്തിൽ സാമൂഹിക നേട്ടം, സാമ്പത്തിക നേട്ടം, മരണപ്പെട്ടവരുടെ വസ്തുവകകളിൽ നേട്ടം എന്നിവ പ്രതീക്ഷിക്കാം. എങ്കിലും ഭരണ ചുമതലയിലൂടെ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ആരോപണങ്ങളും സഹിക്കേണ്ടതായി വരും. കർക്കിടക മാസത്തിൽ വിശാല മനസ്സിനുടമയാകാനും ആഴത്തിലുള്ള മതബോധവും നിയമപരമായ വിജയവും വന്നുചേരും. പ്രണയമോ വിവാഹമോ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളിലൂടെ ഉന്നത വിജയങ്ങൾ കീഴടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ കൂറുകാർ ചെയ്യേണ്ട ചില വഴിപാടുകൾ കൂടെ ഇവിടെ സൂചിപ്പിക്കാം. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക. പുരുഷ സൂക്ത മന്ത്രാർച്ചന നടത്തുക. ശാസ്താവിന് ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കത്തിക്കുക. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.